നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ആ സിനിമാ മേഖലയിലെ വിഷയങ്ങൾ വരുമ്പോൾ നായികമാർ അല്ലെങ്കിൽ നടിമാർ അവർക്കൊരു സംഘടന, ആ സംഘടനയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവർ സമരം നടത്തുന്നു. അവർ അമ്മ പോലുള്ള സംഘടനയ്ക്കെതിരെ അവർക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കുറച്ച് നാളുകളായി കൃത്യമായി കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ പാലേരി മാണിക്യം എന്ന് പറയപ്പെടുന്ന ഒരു സിനിമയിൽ മലയാളി പ്രേക്ഷകർക്കിടയിൽ സുപരിചിതമായിട്ട് മാറിയിട്ടുള്ളൊരു താരമാണ് മൈഥിലി എന്ന് പറയപ്പെടുന്നത്. മലയാളത്തിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുവാൻ സാധിച്ചിരുന്ന ഒരു അഭിനേത്രി വലിയ സ്വീകാര്യത നേടി നിൽക്കുന്ന സമയത്താണ് താരത്തിന് ഒരു ഇടവേള സിനിമയിൽ നിന്ന് എടുക്കേണ്ടി വന്നത് എങ്കിലും അതോടൊപ്പം വലിയ വിമർശനങ്ങളടക്കം ആ താരത്തിന് ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞതിനാണ് താരത്തിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ താരം ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖം അത് വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഭിമുഖത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി തന്നെ അവർ പറയുന്നുമുണ്ട്. അവരുടെ വാക്കുകളെന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത്, ഞാൻ 2012 കാലഘട്ടത്തിൽ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു. അന്ന് ആരും തന്നെ അതിനെ മൈൻഡ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. ഇപ്പോഴെല്ലാവരും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ സൈലൻ്റ് ആയിരിക്കുന്നതെന്നാണ്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആരും അതിനെ മുഖവിലക്കെടുത്തില്ല, അത് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അതെന്തുകൊണ്ടാണ് എന്ന് തനിക്കിന്നും അറിയില്ല എന്ന് വളരെ ഓപ്പണായി സംസാരിക്കുന്ന വ്യക്തിയായ മൈഥിലി പറയുകയായിരുന്നു. തൻ്റെ വായ അടപ്പിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്തത് എന്നുകൂടി അവർ വിമർശനമായിട്ടും ആരോപണമായിട്ടും പരാമർശിക്കുന്നുണ്ട്. പിന്നെ സിനിമാ മേഖലയിൽ മാത്രമല്ല, ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. എല്ലാവരും മുൻപോട്ട് വന്ന തങ്ങൾ പറയുന്ന അല്ലെങ്കിൽ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് വേണ്ടത് എന്ന് പറയപ്പെടുന്ന മൈഥിലി പറയുന്ന മറ്റൊരു കാര്യം, തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരു WCCയും ഇല്ലായിരുന്നുവെന്ന് തന്നെയാണ് നടി മൈഥിലി പറയുന്നത്. 2018 തനിക്കൊരു കേസ് വന്നപ്പോൾ ഈ WCCയിലെ ഒരു സ്ത്രീ പോലും എന്താണെന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നും ഇനി ഇവരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ അവർ പലതും ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ടെന്നും മൈഥിലി പറയുകയാണ്. അപ്പോൾ WCCയിലെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വലിയ മതിപ്പാണ് ഈ നടിക്ക് എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംഘടനകൾ പോലും തിരിഞ്ഞു നോക്കില്ല. തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ താൻ ഒറ്റയ്ക്ക് അത് നേരിട്ടുവെന്നും ആ സമയത്ത് ഒരു സംഘടനകളും തനിക്കൊപ്പം ഇല്ലായിരുന്നുവെന്നും സ്ത്രീ സംഘടനകളായാലും എല്ലാവരും ഗ്രൂപ്പായിട്ടാണ് സംസാരിക്കുന്നതെന്നും അവരുടെയൊക്കെ സ്വന്തമായ നിലപാടുകൾ പറയാൻ ആർക്കും കഴിയാത്തൊരു സാഹചര്യമാണെന്നും മൈഥിലി പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ സമവാക്യമാവാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ പിൻബലത്തിൽ നിൽക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന് കൂടി അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും ഒരു ഗ്രൂപ്പിൻ്റെ ബലത്തിലാണ് ഇതുപോലുള്ള സംഘടനകൾ സംസാരിക്കുന്നത്. ഒറ്റയ്ക്ക് മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഇവിടെ എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥയാണ് ഇന്ന് മൈഥിലി പറയുമ്പോൾ, സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു വ്യക്തി കൂടിയാണവർ. അവരുടെ കുടുംബത്തെക്കുറിച്ചോ വീട്ടുകാരെക്കുറിച്ചോ ആരുമൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ഏകദേശം 20ഓളം കേസുകളാണ് അതിനെതിരായിട്ട് താൻ കൊടുത്തിട്ടുള്ളത് എന്നും ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് ചില മാധ്യമങ്ങൾക്കുള്ളത് എന്നുകൂടി അവർ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പാലേരി മാണിക്യം എന്ന് പറയപ്പെടുന്ന സിനിമ കഴിഞ്ഞപ്പോഴാണ് അഭിനയം നിർത്തണമെന്ന ഒരു മോഹം അവർക്കുണ്ടാകുന്നത്. കാരണം അവർ പറയുന്നത് അവരുടെ വിവാഹം വരെ വിറ്റ് കാശാക്കിയവരുണ്ട് ഈ കൂട്ടത്തിലെന്ന് പറയപ്പെടുമ്പോൾ പലപ്പോഴും ജീവിതത്തെക്കുറിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വ്യക്തതയില്ലാതായി പോകുന്നു എന്നാണ്. കാരണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് പരിമിതികളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ എത്ര തന്നെ കരുതി കേസ് കൊടുത്താലും നമുക്കതിനകത്ത് പ്രയോജനം ലഭിക്കില്ല എന്നും പറയുന്നുണ്ട്. പലപ്പോഴും പല സംഘടനകളും അങ്ങനെയാണ്. ഇപ്പോൾ WCC ആണെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതിനകത്ത് എത്ര സ്ത്രീകളുണ്ട്, ആ സംഘടന ശക്തയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു സംഘടനയും ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള ഒരു താങ്ങും തണലും നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സംഘടനകൾ? അവിടെയും മൈഥിലിക്ക് പറയാനുള്ളത് അമ്മാ സംഘടനയെക്കുറിച്ചാണ്. പണ്ടത്തെ അമ്മാ സംഘടനയെക്കുറിച്ച്. അന്ന് ഒരു കുടുംബം പോലൊരു സ്നേഹമുണ്ടായിരുന്നു ആ സംഘടനയ്ക്ക് എന്നും, പക്ഷേ അതൊന്നും ഇന്നത്തെ ഈ സംഘടനയിൽ കാണുന്നില്ല എന്നും അതിനകത്തും ഒരു ഗ്രൂപ്പിസമായി പോയി എന്നാണ് പറയപ്പെടുന്നത്. അമ്മ സംഘടനയുടെ തലപ്പത്ത് ഇനി ഒരു അമ്മ വരട്ടെ, അങ്ങനെയുള്ളവർക്ക് കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ളല്ലോ, അങ്ങനെയുള്ളവരെ വിചാരിച്ച് പലരെയും മത്സരത്തിന് പരിഗണിക്കാറില്ല ഇപ്പോഴും. പക്ഷേ അങ്ങനെയുള്ളവരെ കൊണ്ടുവരണമെന്നും ആ സംഘടനയിലേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ത്രീകൾ എത്തേണ്ടതുണ്ടെന്നും പക്ഷെ അവരെ ആരും ഈ സംഘടനകളിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള മനോവിഷമം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ മൈഥിലി ഇത് പറഞ്ഞതിന് പിന്നിലെ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് മൈഥിലിയെപ്പോലുള്ള മലയാള സിനിമാ നടിക്ക് ലഭിക്കാത്ത സ്വീകാര്യത അല്ലെങ്കിൽ കൊടുക്കാത്ത, അവർക്കൊരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പിന്തുണ അത് കൊടുക്കാത്തൊരു സംഘടനയെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന
ആ സ്ത്രീക്കൊരു പരിഗണനയും കൊടുക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കൂടെ നിൽക്കാത്ത ആ സംഘടന എന്തിനാണ് എന്നുള്ള ചോദ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം മലയാള സിനിമ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും ജനം ചിന്തിക്കുന്നതും അങ്ങനെയാണ്. സ്ത്രീകളുടെ ഇടയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നടിമാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും വാർത്തകളും പല മഹാനടന്മാരും ജയിലിനകത്തേക്കും പുറത്തേക്കുമൊക്കെ ആകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ വാർത്തകളായതാണ്. ലഹരി ഉപയോഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ സിനിമാ മേഖലയിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവർ കണ്ടെത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമം ശക്തമാക്കേണ്ടതാണ്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കും കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ ഒരു അമ്മ സംഘടനയോ അല്ലെങ്കിൽ ഒരു ഫെഫ്കയോ ഒരു മാക്റ്റയോ വിചാരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. പകരം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ടത് അത് ജീവിത മാർഗത്തിന് വേണ്ടി എത്തുന്ന ടെക്നിക്കൽ സ്റ്റാഫ് മുതൽ കോടാനുകോടികൾ സമ്പാദിക്കുന്ന നടന്മാർ വരെ അല്ലെങ്കിൽ നടിമാർ വരെ ഉള്ളവരെ ഒരു സംരക്ഷണ കവചത്തിനുള്ളിലേക്ക് കൊണ്ടുവരേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് സർക്കാർ വലിയ തീരുമാനങ്ങൾ എടുക്കുക. വെറുതെ ഇവരെ ഇങ്ങനെ അഴിച്ചുവിടുന്നൊരു സമീപനം വേണ്ട. എല്ലാത്തിനും നിയമത്തിൻ്റെ ഒരു കുരുക്കിനുള്ളിലാകട്ടെ ഇവരുടെ എല്ലാവരുടെയും ജീവിതം.